അതൊന്നും അറിയില്ല. എനിക്കൊരു ക്ലൂ തന്നില്ലല്ലോ, ഞാൻ സ്വയം കണ്ടുപിടിക്കല്ലേ ചെയ്ത്. അതൊക്കെ എന്റെ ഒരു ടെക്നിക്കല്ല, ഉഡായിപ്പ്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോയി കണ്ട പടം. നമ്മൾ ഒരുപാട് പടം കണ്ടിട്ടില്ലേ? വേറെ പാട്ട് വെക്കോ? കുരുക്ഷേത്രം പോയി 2000 പോയി തോന്നുന്നു. ചന്തുവിനെ തോപ്പിക്കാനോ? കമോൺ എന്റെ കാശ് പോവോ? ആക്ഷനും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എനിക്ക് മനസ്സിലായി. എനിക്ക് നേരത്തെ അങ്ങനെയല്ലേ കാണിച്ചത്? വെണ്ണില അല്ല, ചന്ദന കിണ്ണം പുന്നമടക്ക എപ്പടി കമാൻ. ഹലോ, എല്ലാവർക്കും സൺഡേ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് സൺഡേ വ്ളോഗ്സ് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര അടിപൊളിയായി പോകുന്നത്. ഞാൻ മെല്ലെ സൺഡേ വ്ളോഗ്സ് ഇങ്ങനെ വീക്ക് ഡേയ്സിലും വരുത്താൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വ്ളോഗ് അല്ല, ഒരു ഗെയിമാണ് ആക്ച്വലി. എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഗെയിംസ് ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോ ആഫ്റ്റർ സോ മെനി ഡിസ്കഷൻസ് നമ്മൾ ഇന്നത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് പറയ് ഹെഡ്ഫോൺ ചാലഞ്ച് ആണ്. നമ്മളുടെ കയ്യിലൊരു ഹെഡ്ഫോൺ ഒക്കെ ഉണ്ടാക്കിയാ ഒരു ഹെഡ്ഫോൺ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ആസ് യു ഓൾ നോ, ആള് ചെന്നൈയിലായത് കാരണം ആള് വരുമ്പോഴേക്കും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇത്തവണത്തേൽ എനിക്ക് ഈ ഒരു ഗെയിമാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. സോ ഗെയിംസിന്റെ റൂൾസ് എന്താന്നുള്ളത് ഞാൻ പറയണോ? തീർച്ചയായും ഇല്ല, ആൾ നൈസിൽ സൈഡിൽ മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുക. പക്ഷെ യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ. ഇല്ല, സംഭവം വളരെ സിമ്പിൾ ആണ്. ഹൈ വോളിയത്തിൽ പാട്ട് വയ്ക്കുക. അപ്പുറത്തുള്ള ആള് മൂവി നെയിം, അതാണ് സംഭവം. അപ്പോ ലിപ്പ് വെച്ച് മാത്രം ഉറക്കെ പറയാൻ പാടില്ല. പറയണേ കൊണ്ട് കുഴപ്പമില്ല, കാരണം ഒന്നും കേൾക്കില്ലല്ലോ. ഇപ്പൊ ഞാനാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കേൾക്കില്ല. അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇവര് നോർമലി സംസാരിക്കുന്നത് പോലും എനിക്ക് കേൾക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ലിപ്പ് റീഡിങ് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാക്കി എടുക്കണതായിരിക്കും. അങ്ങനെ മലയാളം മൂവി നെയിംസ് ആണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 10 മൂവി നെയിംസ്. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗസ് ചെയ്യണത് കാണാൻ പറ്റും ത്രൂ ഔട്ട് ദ വീഡിയോ. അതെ, നമ്മുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവിയാണ് ഈ മൂവി നെയിംസ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയില്ല എന്താ നെയിംസ് എന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ മൂവി നെയിംസ് കിട്ടിയിട്ടില്ല. അപ്പോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലേ? അല്ല, ഇത് ഈ ഒരു പരിപാടിയില് വിജയിച്ച ആൾക്ക് എന്താ കിട്ടുക അത് പറയും. വിജയികൾക്ക് ഇപ്പൊ ഞാൻ ജയിച്ചു എന്ന് വെച്ചാ യു വിൽ ഹാവ് ടു സെൻഡ് മീ $2000. അതുപോലെ ആള് ജയിക്കുകയാണെങ്കിൽ ഞാൻ $2000. എല്ലാം ഒരു വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്, വലിയ കുഴപ്പമില്ല. സോ അതാണ്, അതുപോലെ മതി, അത് മതി. അപ്പോ ആസ് ഓഫ് നൗ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഉണ്ടാക്കിയ പ്ലാനാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കം ഓൺ. ഇത് വെച്ചാലേ ഒന്നും കേൾക്കണില്ല. വോയിസ് ക്യാൻസലേഷൻ കൂടി നമുക്ക് ആക്റ്റീവ് ചെയ്യാം. ചേഞ്ച് വന്നു. വേറെ പാട്ട് വെക്കോ? ഇല്ല. അപ്പോൾ നമുക്ക് പ്രവി 5 ഫിലിമിൻ്റെ നെയിംസ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. ഫസ്റ്റ് പേര് കണ്ണൂർ സ്കോഡ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം കേൾക്കുന്നുണ്ടോ? പാട്ട് പക്കയല്ലേ? ഭക്ഷണം കഴിച്ചോ? കണ്ണൂർ സ്കോഡ്. കണ്ണൂർ സ്കോഡ്. ഗുഡ് ഷോട്ടോ. കണ്ണൂർ സ്കോഡ്. മലയാളം വാക്കാണോ? മലയാളം വാക്കാണോ? കണ്ണൂർ സ്കോഡ്. കുരുക്ഷേത്രം. കണ്ണൂർ സ്കോഡ്. ഗൺ ഷോട്ട്. ടൈം വൺസ് മോർ. ശ്രദ്ധിച്ചേക്ക്. ഓക്കേ. കണ്ണൂർ സ്കോഡ്. ട്രൈ. കണ്ണൂർ സ്കോഡ്.
തോറ്റു. വരട്ടെ. ആ, കണ്ണൂർ സ്ക്വാഡ്. ഗൺ ഷോട്ട് പറഞ്ഞിരുന്നിട്ട് അതാണ് ഗണ്ണ്, കണ്ണൂര്, വെട്ട് ടിപ്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏകദേശം 2000 രൂപ കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ. ഓക്കെ. ഗുരുവായൂർ അമ്പലനടയിൽ. യെസ് അല്ലേ? 2000 പോയി. കിട്ടി. അതെന്തോ പുതിയ ഫിലിം ആയ കാരണം തോന്നുന്നു കറക്റ്റ് ആ പേര് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ്, തേർഡ് വൺ, മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് കിട്ടി. മഞ്ഞുമൽ ബോയ്സ് പോയി. 2000 പോയി എന്നാ തോന്നുന്നു. ഉണ്ട്. എന്താ സൗണ്ട്? കേൾക്കുന്നുണ്ട്. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അതാ അതില് വേറെ നെയിമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ 2-1. ഓക്കെ, രണ്ടെണ്ണം കൂടി. എന്നാ പിടിച്ചോ. അടുത്ത് ഫോർത്ത് വൺ. നെക്സ്റ്റ്, അയ്യപ്പനും കോശിയും. എത്ര വാക്കുണ്ട്? 2 വാക്ക്. അയ്യപ്പനും കോശിയും. പറയ്. അയ്യപ്പനും കോശിയും. ആദിപുരുഷ്. അയ്യപ്പനും കോശിയും. പൃഥ്വിരാജിന്റെ ആണോ? അയ്യപ്പനും കോശിയും ആണോ? 2000 കടം വാങ്ങേണ്ടി വരും. റെഡി ആയിക്കോ. ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ. 1 മാത്രമാണ് ഇപ്പം നമ്മൾ ജയിച്ചേക്കുന്നത്, ബാക്കി 3 കണ്ടുപിടിച്ചു. അഞ്ചാമത്തെ, ആടുജീവിതം. പറയ്. അഞ്ചാമത്തെ ആടുജീവിതം. പറ. ആടുജീവിതം. അതന്നെ പറ. അജഗജാന്ത. അല്ല, ആടുജീവിതം. പറയ്. ട്രൈ. ലിപ്സ് ഒന്നുകൂടി. ആടുജീവിതം. ആടുജീവിതം. കിട്ടി. ആടുജീവിതം. എല്ലാം അറിയാ. അങ്ങനെ എന്തൊക്കെയോ ബിൽഡപ്പായി വന്നിട്ട് ഒരു പോയിന്റിൽ തോറ്റു നിൽക്കുന്നു. ഞാൻ 4 പറഞ്ഞു ഗൈസ്. ഇനിയിപ്പോ നമുക്ക് ഹെഡ്ഫോൺ സ്വിച്ച് ചെയ്തിട്ട് എന്റെ അവസ്ഥ എന്താവും നോക്കി നോക്കാം. കമാൺ. അല്ല, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ. അതെ. തോറ്റു തന്നതായിരിക്കും. ശരി. അങ്ങനെ എൻ്റെ പോർഷൻ ഞാൻ നല്ല അടിപൊളിയായി ഭയങ്കര വിന്നിങ് കളേഴ്സിലൊക്കെയാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ പോയിന്റ്സ് തകർക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു ആൻസർ 5 ഔട്ട് ഓഫ് 5, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഒബ്വിയസ് വിന്നർ ഞാൻ തന്നെയാണ്. യുനോ, അപ്പോ 2000 കടം വാങ്ങേണ്ടി. എനിക്ക് മൂവി നെയിംസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. റിവ്യൂ ഓൺ ദ ഫ്ലോർ. ഉണ്ട്. തുടങ്ങാം. ഫസ്റ്റ് വൺ പറയ്. കുമ്പളങ്ങി നൈറ്റ്സ്. എന്താണ്? കുമ്പളങ്ങി നൈറ്റ്സ്. സ്ലോ ആയി. കുമ്പളങ്ങി നൈറ്റ്സ്. കുമിളകളാ. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഓക്കെ. എന്റെ കാശ് പോവോ? പോയിന്റ് ഇപ്പോ 1-0 ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല അല്ലേ? ഞാൻ ജയിക്കില്ലേ? യെസ്. മഹേഷിന്റെ പ്രതികാരം. എന്ത്? മഹേഷിന്റെ പ്രതികാരം.
എന്താണ്? മഹേഷിന്റെ പ്രതികാരം. 2 വേർഡ്സാ? ആ 2 വേർഡ്സ്. ആ ഫസ്റ്റത്തെ മഹേഷിന്റെ പ്രതികാരം. മാനത്തെ കൊട്ടാരോ? യെസ്. എന്താ പറ? മഹേഷിന്റെ പ്രതികാരം. കിട്ടിയോ? കിട്ടില്ല. കിട്ടി. മഹേഷിന്റെ പ്രതികാരം. പോയിന്റ് ഇപ്പോ 2-0 ആയിട്ടിരിക്കുകയാണ്. 2-0.20. ആ ഞാൻ ജയിക്കില്ലേ? നെക്സ്റ്റ് ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ ഡേയ്സ്. ബയോളജിയോ? എന്ത്? ബാംഗ്ലൂർ ഡേയ്സ്. മലയാളല്ലേ? ആ ബാംഗ്ലൂർ ഡേയ്സ്. ഒന്നുകൂടി. ബാംഗ്ലൂർ ഡേയ്സ്. ഒറ്റ വേടേ ഉള്ളൂ? 2 വേടുണ്ട്. എന്നിട്ട് ബാംഗ്ലൂർ ഡേയ്സ്. ഒന്നുകൂടി. മനുവിന്റെ ബാംഗ്ലൂർ ഡേയ്സ്. ഒന്നുകൂടി മനസ്സിലായില്ല. ബാംഗ്ലൂർ ഡേയ്സ്. ഈ ആക്ഷനും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എനിക്ക് മനസ്സിലായി. എനിക്ക് നേരത്തെ അങ്ങനെയല്ല കാണിച്ചത്. ആട് ജീവിതം. ആരാ നടൻ? ലാലേട്ടനോ? വെറുതെ. ബാംഗ്ലൂർ ഡേയ്സ്. ബാബുരാജോ? ബാംഗ്ലൂർ ഡേയ്സ്. ഇപ്പൊ ഇറങ്ങിയ പടാണോ? അതൊന്നും അറിയില്ല. എനിക്കൊരു ക്ലൂവും തന്നില്ലല്ലോ. ഞാൻ സ്വയം കണ്ടുപിടിക്കല്ലേ ചെയ്ത്. മണിച്ചിത്രത്താഴാണോ? അയ്യോ അത് ലിസ്റ്റിലുള്ളതായിരുന്നു. മാണോ? ബാംഗ്ലൂർ ഡേയ്സ്. അറിയില്ല. തറ്റു. ബാംഗ്ലൂർ ഡേയ്സ്. അയ്യത് മാന്നാണല്ലോടാക്കി ഫീൽ ചെയ്യണേ. അപ്പൊ ഇപ്പോ സ്കോർ മാംഗ്ലൂർ ഡേയ്സ് എന്നല്ലേ പറഞ്ഞത്? അല്ല, ബായും മായും അതെ ലിപ്പ് തമ്മിൽ ഇങ്ങനെ എനിക്ക് മാ വെച്ച സ്റ്റാർട്ടിങ് ഫീൽ ചെയ്ത് എനിക്ക്. അടുത്ത പോയി അതൊക്കെ എന്റെ ടെക്നിക്കല്ല ഉഡായിപ്പ്. ഇല്ല ഇത് കേക്കണ്ടേ? അടുത്ത പടം എന്താ? ആക്ച്വലി അടുത്ത പടം മണിച്ചിത്രത്താഴായിരുന്നു. അതിപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ പറയണോ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ ജയിക്കില്ലേ? മൂന്നാമത്തെ. അയ്യോ വർഷങ്ങൾക്ക് ശേഷം വിശാഖപട്ടണോ? വർഷങ്ങൾക്ക് ശേഷം വിശ്വചിത്രോ? എന്താ? വർഷങ്ങൾക്ക് ശേഷം. ഒന്നുകൂടി. വർഷങ്ങൾക്ക് ശേഷം. ഇത് ഏത് മൂവിയാടാ? പതുക്കെ സ്ലോ. വർഷങ്ങൾക്ക് ശേഷം. വെണ്ണില അല്ല, ചന്ദന കിണ്ണം പുന്നമടക്ക. പറയ്. വർഷങ്ങൾ. പണ്ടത്തെ പടാണോ? ഇപ്പത്തെ? ക്ലൂ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോയി കണ്ട പടം. നമ്മൾ ഒരുപാട് പടം കണ്ടിട്ടില്ലേ? വർഷങ്ങൾക്ക് ശേഷം. ആവേശാണോ? ഇനിയിപ്പോ ലിസ്റ്റായിട്ട് ഒരുമിച്ച് കണ്ട പടങ്ങളൊക്കെ വരും. ഒന്നുകൂടി. വർഷങ്ങൾക്ക് ശേഷം. ആരാ നടൻ എന്ന് പറയോ? തോറ്റത് സമയായിട്ടാ. ഞാൻ വിട്ടുതരാണ്. അല്ല മെല്ലെ പറഞ്ഞ മതി. ഞാൻ വിട്ടുതരാണ്. എനിക്ക് കേക്കണില്ല. ഞാൻ എന്താ ചെയ്യാ? പറയട്ടെ. വർഷങ്ങൾക്ക് ശേഷം. അത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ മതി. അതാ ഞാൻ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞത്. എപ്പടി ചീറ്റിംഗാ. അപ്പൊ പോയിന്റ് എന്താണ്? 2-2. നെക്സ്റ്റ് ലാസ്റ്റ് ആണോ വെക്കത്? ലാസ്റ്റ് വണ് മണിച്ചിത്രത്താഴായിരുന്നു. പറഞ്ഞു നോക്കാല്ലേ? മണിച്ചിത്രത്താഴ്. ഇത് കറക്റ്റ് വേർഡ് പറ. ആക്ഷൻ കാട്ടില്ലേ? മണിച്ചിത്രത്താഴോ? ആണോ? അപ്പൊ ഞാൻ ജയിച്ചു. യെസ് ഞാൻ ജയിച്ചു. അപ്പോൾ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആസ് ഇൻ നമ്മൾ ഒരുപാട് പേരിങ്ങനെ
കളക്ട് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ലോങ് സെഗ്മെന്റ് ആക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്താ അത് സൗണ്ട്? ഒരു മിനിറ്റ്, ഞാൻ പാട്ടൊന്ന് ഓഫാക്കട്ടെ. അതിന് മുൻപായിട്ട് ഇന്നത്തെ ഗെയിം ജയിക്കണ ആൾക്കാർക്ക് എന്തൊക്കെയോ തരാന്നോ, അവരുടെ കഴിവ് നമ്മൾ ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്തായാലും തോറ്റ് തന്നതല്ലേ, തോറ്റ് തന്നതിന്റെ ഭാഗമായിട്ട് നീ എവിടെയും തോൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ 2000 രൂപ തന്നിട്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് ആളുടെ ഫോൺ തന്നെയാണ്, അയച്ചോളൂ. നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു വലിച്ചു നീട്ടി വലിയ സെഗ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അയച്ചോട്ടോ, ഞാൻ ഇവിടെ ചെയ്യട്ടെ. അപ്പോ എന്ന് വെച്ചാൽ വലിയ വലിയ ലോങ് ഗെയിംസ് ഒക്കെ ആയിട്ട് വരണം എന്ന് നല്ല താല്പര്യമുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനൊരു ഗെയിം സെഗ്മെന്റ് ആയിട്ട് ഈ ഒരു ചാനലിൽ വരുന്നത്. സോ ഈ ഒരു ഗെയിം നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഗെയിമും എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യാൻ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ. സോ ഈ ഒരു എപ്പിസോഡ് എങ്ങനെ പോകുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ നെക്സ്റ്റ് സൺഡേയിലുള്ള ബാക്കിയുള്ള എല്ലാ എപ്പിസോഡ്സും. 2000 അയച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയോ നോക്കട്ടെ. ക്രെഡിറ്റ് ആയി അടി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എനിക്കിതേ ക്യാഷും കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ക്ലിയർ വിന്നർ. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ ഇതിലും അടിപൊളി സൺഡേ വ്ളോഗ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ശില്പ ആൻഡ് ആനന്ദ് സൈനിങ് ഓഫ്. ടാറ്റ പറയാം.